നമസ്കാരം. വയനാട് തുരങ്കപാതയുടെ പ്രധാനപ്പെട്ട ഒരു ഘട്ടം നമ്മൾ കടക്കുമ്പോൾ ഓർക്കേണ്ട ഒരു വാചകമുണ്ട്. ആരുടെ? വഴിമുടക്കിയുടെ വാചകം. ടണൽ പ്രോജക്റ്റ് വയനാട്ടിൽ പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ടുള്ള ടണൽ പ്രോജക്റ്റ്, അതിനെയൊക്കെ ഞങ്ങൾ എതിർക്കും, ശക്തിയായി ഞങ്ങൾ എതിർക്കും. എന്തോ എങ്ങനെ ഞങ്ങളങ്ങ് മുടക്കുമെന്ന മുടക്കുമെന്ന് പറഞ്ഞാൽ അവൻ്റെ നെഞ്ചത്ത് ദേ ഇതുപോലെ ഒരു 2 ഡയലോഗ് കാച്ചി ഞങ്ങൾ അതങ്ങ് പൊട്ടിക്കും. എങ്ങനെ? ദേ ഇങ്ങനെ. സന്തോഷത്തോടെയും അഭിമാനത്തോടെയും വലിയ പ്രതീക്ഷയോടെയും എല്ലാവരുടെയും അനുമതിയോടെ ഫസ്റ്റ് ബ്ലാസ്റ്റിംഗ് അതിൻ്റെ ഭാഗമായിട്ടുള്ള സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കാൻ പോവുകയാണ്. ഈ ആനക്കാംപൊയിൽ കക്കാടി മേപ്പാടി ആ തുരങ്കപാത ഞങ്ങളുടെ ചാണ്ടിച്ചൻ അന്ന് കല്ലിട്ടതാണെന്നാണ് പറയുന്നത്. ആ കല്ലും കൂടിയാണ് ആ ബ്ലാസ്റ്റിൽ പൊട്ടിപ്പോയിട്ടുള്ളത്. ഒരു കാര്യം പറയാണ്, അങ്ങനെ ഒരു കല്ലേ ഇല്ല. ഏതെങ്കിലും കല്ലുണ്ടെങ്കിൽ ആദ്യത്തെ വെടിയിൽ തന്നെ അത് പൊട്ടി തകർന്നിട്ടുണ്ട്. കാര്യം എന്ത് ചെയ്തില്ലെങ്കിലും ഞങ്ങളാണ് ഇതിൻ്റെ ആൾക്കാർ, ഞങ്ങളാണ് ഇതിൻ്റെ കല്ലിട്ടവർ എന്ന് പറയുന്നവർക്കും ഈ ഒരു തുരങ്കപാതയുമായി ബന്ധപ്പെട്ട് അങ്ങോട്ട് അടുപ്പിക്കേണ്ട കാര്യമേ ഇല്ല. ഈ സർക്കാരിനെ അത് ചെയ്യാൻ അനുവദിക്കില്ല എന്ന തരത്തിൽ അതിനെതിരെ മാധ്യമങ്ങളിൽ പോയിരുന്ന അഭിമുഖം കൊടുത്ത് അനാവശ്യമായിട്ട് തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിച്ച ഒരു പ്രതിപക്ഷ നേതാവാണ്. ആ നിലയ്ക്ക് ഇദ്ദേഹത്തെ ആ വഴിക്ക് അടുപ്പിക്കേണ്ട കാര്യമില്ല. കാര്യം ഇതൊക്കെ സർക്കാർ ഒരു നാട്ടിലെ മനുഷ്യരുടെ ജീവൽ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ് അവരുടെ വരും കാലഘട്ടത്തിലെ ആ യാത്രാ ദുരിതം തീർക്കണമെന്നുള്ള കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ യാഥാർത്ഥ്യമാക്കുന്നത്. നേരത്തെ ദുരന്തമുണ്ടായ വയനാട് ചൂരൽമലയിലെ ആ മനുഷ്യർക്ക് ടൗൺഷിപ്പ് ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞു 1.5 വർഷത്തിനകത്ത് അത് യാഥാർത്ഥ്യമാക്കി കാണിച്ചതുപോലെ തന്നെ ഈ ആനക്കാംപൊയിൽ കക്കാടി മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണം 6 മാസം മുമ്പ് ഉദ്ഘാടനം ചെയ്ത് അതിൻ്റെ ആദ്യത്തെ ബ്ലാസ്റ്റിലേക്ക് കടക്കുമ്പോൾ പറഞ്ഞ വാക്ക് എങ്ങനെ? ആ സന്ദർഭത്തിൽ സതീശൻ നാടുനീളെ മൈക്ക് കെട്ടി പറയുന്നുണ്ട്, പൂച്ച പെറ്റുകിടക്കുന്ന ഖജനാവാണെന്ന്. ആ പൂച്ച പെറ്റുകിടക്കുന്ന ഖജനാവിൽ നിന്നാണ് ഈ വിസ്മയങ്ങൾ തീർത്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആരും ഈ നാടിനോടുള്ള സ്നേഹം കൊണ്ടുവന്ന് ഈ പണിയൊന്നും ചെയ്യില്ലല്ലോ. കൊങ്കൺ റെയിൽവേ അധികൃതർ ഉൾപ്പെടുന്ന കമ്പനിയാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നത്. 3 വർഷത്തെ ടൈം പീരീഡാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടല്ലേ പറയുന്നത് അടുത്ത 5 വർഷം കൂടി ഈ സർക്കാർ തുടരേണ്ടത്. എന്തുകൊണ്ടെന്നാൽ ഈ നാടിൻ്റെ മുഖച്ഛായ മാറ്റാൻ ഇപ്പോഴും പലയിടങ്ങളിലും യാത്രാ പ്രതിസന്ധി നേരിടുന്ന പ്രശ്ന പരിഹാരത്തിന് ഒരിക്കലും ഇവരെ കൊണ്ട് കഴിവുണ്ടാകില്ല. നേരത്തെ നിങ്ങളെ കാണിച്ചതുപോലെ വയനാട് കല്ലിട്ട് പോയ ആ പോക്ക് ഇനി കുറെ കാലത്തിന് ശേഷം തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. ആര് ചോദിച്ചാലും കല്ലിട്ടല്ലോ കല്ലിട്ടല്ലോ എന്ന വാചകം പറഞ്ഞ് ന്യായീകരിക്കുന്നിടത്ത് കല്ലിട്ട് പോകലല്ല ഈ സർക്കാരിൻ്റെ പ്രവർത്തനം. കല്ലിട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ അടുത്ത കല്ല് വെച്ച് അതിൻ്റെ മുകളിൽ സിമന്റ് വെച്ച് അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് ആർക്കാണോ അത് ആവശ്യമായിട്ടുള്ളത് അവർക്ക് കൈമാറുക എന്നുള്ളതാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഈ നാട്ടിൽ യാഥാർത്ഥ്യമായിട്ടുള്ള റോഡുകൾ, പാലങ്ങൾ, സ്കൂളുകൾ, ആശുപത്രികൾ നിങ്ങൾ ഏത് വേണമോ പരിശോധിച്ചോളൂ. വാക്കിൻ്റെ വില എന്താണെന്ന് നിങ്ങൾക്ക് അവിടെ ബോധ്യപ്പെടും. ഇവിടെ തുടക്കത്തിൽ കാണിച്ചതുപോലെ ഇതൊന്നും ഞങ്ങൾ അനുവദിക്കില്ല, ഇതൊന്നും ഇവിടെ വേണ്ടെന്ന് പറയുമ്പോൾ ആർക്കാണ് ഇത്ര ധൃതി എന്ന് ചോദിക്കുമ്പോൾ ഈ നാട്ടിലെ മനുഷ്യരുടെ ജീവൽ പ്രശ്നങ്ങളെക്കുറിച്ച് ഇവർക്ക് ചിന്തിക്കാൻ പോലും ശേഷിയില്ലാത്തവരാണെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കുക. അത്തരം മാനസികാവസ്ഥകൾ ഇനിയും ഈ നാട് ഭരിച്ചാൽ ഒരിക്കലും മുന്നോട്ട് പോകാൻ പോകുന്നില്ല. ഈ നാടിൻ്റെ മനുഷ്യരെക്കുറിച്ച് ദീർഘവീക്ഷണമുള്ള ഒരു ചിന്താഗതി അത് മുഖ്യമന്ത്രിയായി നമ്മുടെ നാടിൻ്റെ 10 വർഷം ഭരിച്ചപ്പോഴാണ് ഈ മാറ്റമുണ്ടായത്. അതുകൊണ്ടാണ് ആവർത്തിച്ച് പറയുന്നത്, തുടരണം ഈ സർക്കാർ, തുടരേണ്ടതുണ്ട് ഈ നാടിന് വേണ്ടി സർക്കാർ എന്ന് ആവർത്തിച്ച് പറയുന്നത്. ഇതൊക്കെ കാട്ടുന്നത് ഗിമ്മിക്കല്ലല്ലോ, യാഥാർത്ഥ്യമാണല്ലോ. അതായത് 6 മാസം മുന്നേ വെറും കാടായി കിടന്ന പ്രദേശത്ത് നിന്ന് മല തുറക്കുന്നതിലേക്ക് എത്തിയെങ്കിൽ അവിടെ പൂച്ച പെറ്റുകിടക്കുന്നു എന്നിവർ ആവർത്തിച്ച് പരിഹസിച്ചു കൊണ്ടിരിക്കുന്ന ആ ഖജനാവ് ഉപയോഗപ്പെടുത്തി ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവർ പറയുന്നതിനപ്പുറം എന്തെല്ലാം യാഥാർത്ഥ്യമുണ്ടെന്ന് നാട് ചിന്തിക്കുക. അതുകൊണ്ട് സതീശന്റെ ആ വാചകത്തിന് ഒരിക്കൽ കൂടി ആ വെടിവഴിപാട് പോലെ നെഞ്ചത്ത് പൊട്ടിച്ചുകൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കാം. ടണൽ പ്രോജക്റ്റ് വയനാട്ടിൽ പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ടുള്ള ടണൽ പ്രോജക്റ്റ്, അതിനെയൊക്കെ ഞങ്ങൾ എതിർക്കും, ശക്തിയായി ഞങ്ങൾ എതിർക്കും. സന്തോഷത്തോടെയും അഭിമാനത്തോടെയും വലിയ പ്രതീക്ഷയോടെയും എല്ലാവരുടെയും അനുമതിയോടെ ഫസ്റ്റ് ബ്ലാസ്റ്റിംഗ് അതിൻ്റെ ഭാഗമായിട്ടുള്ള സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കാൻ പോവുകയാണ്.